Hello friends, welcome to Electron College. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രോൾഡ് അൺകൺട്രോൾഡ് റെക്ടിഫയർ ആയിരുന്നു അല്ലേ. അതിൽ നമ്മളതിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ എൽ ലോഡിൻ്റെ കൺസെപ്റ്റ് ആയിരുന്നു അല്ലേ. കൺസെപ്റ്റ്സ് ഒക്കെ സെയിം ആണ്, ചെറിയ ട്രിഗറിങ്ങിൻ്റെ ചെറിയൊരു ഡിഫറൻസുകളൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസെപ്റ്റ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് പോകാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഹാഫ് വേവ് അൺകൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് എൽ ലോഡ്. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ സപ്ലൈ വോൾട്ടേജ്, നമ്മളെ ഡയോഡ്, നമ്മളെ വി എസ് പ്ലസ് ഓർ മൈനസ് അല്ലേ, ഡി ഇവിടെ ഇൻഡക്ടർ അല്ലേ, പ്ലസ് ഓർ മൈനസ് വി. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, വെൻ ഡയോഡ് കണ്ടക്ട് എന്ന് വെച്ചാൽ ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് അല്ല, ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരിക? ഇറ്റ് വിൽ ബി നിങ്ങളുടെ സപ്ലൈ വോൾട്ടേജ് തന്നെയായിരിക്കും, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അത് ദാറ്റ് വിൽ ബി വി എം സൈൻ ഒമേഗ ടി. ക്ലിയർ? നമ്മൾ ജസ്റ്റ് ഒരു സ്കീമാറ്റിക് വരക്കുവാണെങ്കിൽ നമ്മുടെ ഇതാണ് നമ്മളെ സപ്ലൈ വോൾട്ടേജ്, ശരിയല്ലേ? ഇനി നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വടക്കുവാണെങ്കിലും നമുക്ക് ഇത് സെയിം തന്നെയാണ് കിട്ടുക. ക്ലിയർ? ഇനി ഔട്ട്പുട്ട് കറണ്ട് വരക്കുമ്പോൾ എന്താ വരിക നിങ്ങൾ നോക്കിക്കോ. ഓക്കെ, ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ ഓരോ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ച് നോക്കിക്കോ നിങ്ങൾ. ഇത് നിങ്ങളുടെ വി എസ്, ഇത് നിങ്ങളുടെ വി ഒ, ഇത് നിങ്ങളുടെ ഐ ഒ, ഇത് നിങ്ങളുടെ വോൾട്ടേജ് ഡ്രോപ്പ്. ക്ലിയർ? അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ് ഇവിടുന്ന് 0 to π വരെയാണിത്, ഇത് 2π വരെയാണ്, ഇതും 2π ആണ്, ഇതും 2π ആണ്. ഓക്കെ, ഇത് 2π ആണ്, ഇത് കറക്റ്റ് 2πയിലെ വരിക കേട്ടോ. ഇത് കറക്റ്റ് 2πയിൽ വരണം. ഓക്കെ, ഇത് കറക്റ്റ് 2πയിൽ വരുത്തുക നിങ്ങൾ. ഇത് 2π. ഓക്കെ, പിന്നെ ഇങ്ങനെ പോവും, ഇങ്ങനെ പോയിട്ട് അടുത്ത സ്റ്റേജിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെയാണ് വരിക കറക്റ്റായിട്ട്. ഓക്കെ, ഇവിടെ π ഇങ്ങനെ വരും, നടുവിലെ π വരും, അങ്ങനെ പോവും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഓരോ ടെർമിനോളജികൾ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തല്ലേ, സപ്ലൈ വോൾട്ടേജ് തന്നെയല്ലേ, അതിൽ മാറ്റമൊന്നുമില്ല. അതാണ് ഡയോഡിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇത് വി എം ആണ് നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ഇതും എന്താണ്, വി എം ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ് തന്നെ, വി എം സൈൻ ഒമേഗ ടി. ക്ലിയർ? ഈ വി എം അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നമ്മൾ ഇൻഡക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ കറണ്ട് ഫുൾ ടൈം കിട്ടുന്നത്. ക്ലിയർ? അതാണ് ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. വി ആർ ഗെറ്റിംഗ് കറണ്ട് ഫോർ ഓൾ ടൈം, എല്ലാ സമയത്തും കറണ്ട് കിട്ടുന്നുണ്ട്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്, കാരണങ്ങൾ ഞാൻ വഴിയേ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയാസ്ഡ് ആവുന്ന സമയത്ത് ഇത് ഷോർട്ട് ആവും, ശരിയല്ലേ? ഇതെന്താ, ഇവിടെ ഇൻഡക്ടറാണ്, ഇതെന്താവും, ഷോർട്ട് ആവും അല്ലേ. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വി എസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി കിട്ടും. നമ്മൾ വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ക്ലിയർ? അപ്പോൾ ഡി ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് കിട്ടും, ഡി ഐ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ഇറ്റ് വിൽ ബി വി എം ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി, ഡി ഐ മാത്രം എടുക്കുമ്പോൾ, ശരിയല്ലേ? സൈൻ ഒമേഗ ടി ഡി ടി. ഓക്കെ, ഇനി ഐ എടുക്കുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം നമ്മൾ അല്ല, ഇൻ്റഗ്രൽ 0 to എവിടെ നിന്നാണ്, 0 to ഒമേഗ ടി വി എം ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി. അപ്പോൾ നമുക്ക് ഐ ഓഫ് ടി എഴുതുമ്പോൾ എന്ത് കിട്ടുന്നു പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വി എം ബൈ ഒമേഗ എൽ, സൈൻ എടുക്കുമ്പോൾ ഒമേഗ അടിയിൽ വരും അല്ല, വി എം ബൈ ഒമേഗ എൽ ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി. ഇതാണ് അതിൻ്റെ ആൻസർ. സോ കറണ്ട് ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു വി എം ബൈ ഒമേഗ എൽ ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ ഇൻഫറൻസുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ പോയിന്റുകൾ എന്തൊക്കെയാണ് നമ്മുടെ കാര്യമായിട്ട്? നിങ്ങളെ കണ്ടക്ഷൻ ആംഗിൾ എത്രയായിരിക്കും ഡയോഡിൻ്റെ? ഡയോഡ് എവിടെ തൊട്ട് എവിടെ വരെ കണ്ടക്ട് ചെയ്യുന്നത്?
ഡയോഡ് 0 മുതൽ 2π ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ 0 മുതൽ 2π അല്ല, അവിടെ നിന്നോട്ട് പിന്നെ അങ്ങനെ പോകുന്നുണ്ട്. അതായത് ഇറ്റ് ഈസ് കണ്ടക്ടിങ് ഫോർ ഓൾ ടൈം അല്ലേ, എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡയോഡ് കണ്ടക്ട്സ് ഫോർ ഓൾ ടൈം അറ്റ് ഇൻഡക്ടർ. ഒരു പ്യൂർ ഇൻഡക്ടർ കണക്ട് ചെയ്താൽ ഡയോഡ് വിൽ കണ്ടക്ട് ഫോർ ഓൾ ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ നിങ്ങൾ നോക്കൂ, വോൾട്ടേജ് അക്രോസ് ഡയോഡ് എത്ര വരിക, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഡയോഡ് ഫുൾ ടൈം കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ടൈം ഷോർട്ടായിരിക്കും. അപ്പോൾ ഫുൾ ടൈം എന്തായിരിക്കും, ഇത് ഷോർട്ടഡ് ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുമോ, ഇല്ല, വോൾട്ടേജ് ഡ്രോപ്പ് വിൽ ബി 0. അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ വന്നത്. ക്ലിയർ? അതായത് വി ആർ ഗെറ്റിംഗ് കറണ്ട് ഓൾ ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാക്സിമം കറണ്ട് എപ്പോഴാണ് കിട്ടുക? ഇതാണ് നമ്മൾ കറണ്ടിൻ്റെ വേവ് ഫോം. ഇവിടുത്തെ മാക്സിമം കറണ്ട് എപ്പോഴാണ് കിട്ടുക, ഏത് ഇൻസ്റ്റൻറ്റിലാണ് കിട്ടുക? ഇത് പൈയിലല്ലേ മാക്സിമം കറണ്ട് കിട്ടുന്നത്, അതല്ലേ മാക്സിമം പോയിന്റ്. അപ്പോൾ പൈയിലാണ് മാക്സിമം കറണ്ട് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം കറണ്ട് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നിങ്ങൾ പുട്ട് ω t പൈയിലേക്ക് പുട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് മാക്സിമം കറണ്ട് കിട്ടുന്നത് പൈയിലാണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് 2Vm/ωL അല്ലേ. നിങ്ങൾ കറണ്ട് ഇതിൽ മറ്റേ ആ ഇക്വേഷനിൽ കൊടുക്കുക, I(t) = Vm/ωL × 1 - cos ωt ω t² π കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുക. π cos π എന്ന് പറഞ്ഞാൽ -1 -1 പ്ലസ് ആവും 2. അങ്ങനെയാണ് 2Vm/ωL നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം കറണ്ട് എത്ര കിട്ടും? ഇറ്റ് വിൽ ബി 2Vm/ωL. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഇൻസ്റ്റൻറ്റുകൾ പറയുന്നത്. ഇനി ഓരോ ഇൻസ്റ്റൻറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ആദ്യത്തെ ഇൻസ്റ്റൻറ്റ് എടുക്കുകയാണ് 0 മുതൽ π വരെ. ഒരു പുതിയ കൺസെപ്റ്റാണ്, നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുക. 0 മുതൽ π വരെ V0 > 0 അല്ലേ? അല്ല, V0 > 0. I0ൻ്റെ അവസ്ഥ എന്താ? I0 > 0 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പവറും എന്തായിരിക്കും? > 0 ആയിരിക്കും. വിയും ഐയും > 0 ആണ്. അപ്പോൾ പവറും എന്തായിരിക്കും? > 0 ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയുള്ള കണ്ടീഷനിൽ വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങളുടെ പവർ ഈസ് ട്രാൻസ്ഫേർഡ്. നമ്മളിങ്ങനെയാണ് പറയുക, ദ പവർ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സോഴ്സ് ടു ലോഡ്. സോഴ്സിന് ലോഡിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയും. ക്ലിയർ? ഇനി ഇതുപോലെ റിവേഴ്സും പറയും. എങ്ങനെ? π മുതൽ 2π എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? π എന്ന് പറഞ്ഞാൽ 2π എന്ന് പറഞ്ഞാൽ വിയോ എന്തായിരിക്കും? π മുതൽ 2π വരെ നോക്കൂ, π ഇതല്ലേ π. 2π വിയോ നെഗറ്റീവ് അല്ലേ, വിയോ <0, I0 എപ്പോഴും പോസിറ്റീവ് തന്നെയാണ് അല്ലേ. അപ്പോൾ പവർ എന്താവും? <0. അതായത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ പവർ ഈസ് ട്രാൻസ്ഫേർഡ് നേരെ തിരിച്ച് എവിടെ നിന്ന് എങ്ങോട്ട്? ലോഡ് ടു സോഴ്സ്. ലോഡിൽ നിന്ന് സോഴ്സിലേക്കാണ് പവർ ട്രാൻസ്ഫർ. എന്താണിത് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യത്തെ ഇൻസ്റ്റൻറ്റിൽ, അതായത് ഡയോഡ് ഓൺ ആവുന്ന കണ്ടീഷനിൽ വാട്ട് ഹാപ്പൻസ് ടു യുവർ ഇൻഡക്ടർ? നിങ്ങളുടെ ഇൻഡക്ടർ എന്ത് ചെയ്യുന്നു? 0 മുതൽ π വരെയുള്ള ഇൻസ്റ്റൻറ്റിൽ ഇൻഡക്ടർ ഈസ് ചാർജിങ്. ശരിയല്ലേ? അടുത്ത ഇൻസ്റ്റൻറ്റിലോ π മുതൽ 2π വരെല്ലോ, π മുതൽ 2π വരെ ഇൻഡക്ടർ എന്ത് ചെയ്യുവാണ്? ഡിസ്ചാർജ് ചെയ്യുവാണ്. ശരിയല്ലേ? എന്താണ് ഒരു ഇൻഡക്ടറിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഓക്കെ, ഒരു ഇൻഡക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻഡക്ടറിൻ്റെ കേസിൽ ആദ്യത്തെ കേസിൽ പ്രശ്നമില്ല. ഇൻഡക്ടർ ചാർജ് ചെയ്യാന്ന് വെച്ചാൽ പവർ എന്ത് ചെയ്യുന്നത്? സോഴ്സിനെ ലോഡിലേക്ക് പോവുകയാണ്. തിരിച്ച് എങ്ങനെയാണത് കൃത്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻഡക്ടറിൽ ഡിസ്ചാർജ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഇൻഡക്ടറിൽ വരുന്ന മുഴുവൻ എനർജിയും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് സപ്ലൈയിലേക്ക് പോകും. ഇതിൽ വരുന്ന മുഴുവൻ എനർജിയും തിരിച്ച് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് സപ്ലൈയിലേക്ക് പോകും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റെസിസ്റ്റർ ഒന്നുമില്ല. റെസിസ്റ്റർ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പവർ ലോസ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ പവർ ലോസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ റെസിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്ര എനർജിയാണോ ചാർജ് ചെയ്ത് കിട്ടുന്നത് അത്രയും എനർജിനെ നമുക്ക് എന്ത് ചെയ്യും? തിരിച്ച് സപ്ലൈയിലേക്ക് പോകും. അതുകൊണ്ട് ഒരു ഫുൾ ടൈം കണ്ടക്ഷൻ നടക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് ഇൻഡക്ടർ വരും. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലോസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻഡക്ടർ എന്താ? ഫുൾ ടൈം കണ്ടക്ഷൻ നടക്കും. എത്രയാണോ ഇങ്ങോട്ട് വരുന്നത് അത്ര തന്നെ തിരിച്ച് ഫെഡ് ബാക്ക് ടു ദ സപ്ലൈയിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും. ക്ലിയർ? അല്ലെങ്കിൽ വേറൊരു ഇൻസ്റ്റൻറ്റ് നമ്മൾ പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ സപ്ലൈ എന്ന് വെച്ചാൽ ഈ ഇൻഡക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു പറഞ്ഞാൽ, ഈ ഇൻഡക്ടർ ഇങ്ങനെ ഫുൾ ടൈം എനർജി ഫീഡ്ബാക്ക് ടു സപ്ലൈ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഇൻഡക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഇൻഡക്ടർ അല്ല ആക്ട് ആസ് എ കറണ്ട് സോഴ്സ്. ഒരു കറണ്ട് സോഴ്സായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഇൻഡക്ടർ ആക്ട് ചെയ്യും.
അങ്ങനെ ഒരു കറണ്ട് സോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് കറണ്ട് സോഴ്സിൻ്റെ പ്രത്യേകത അറിയാലോ. ഇതൊരു കറണ്ട് സോഴ്സാണ്. കറണ്ട് സോഴ്സിന് പ്രത്യേകത, കറണ്ട് സോഴ്സ് പറഞ്ഞാൽ എങ്ങനത്തെ എലമെൻറ്റുകൾ? ആക്റ്റീവ് എലമെൻറ്റുകളാണ്. ആക്റ്റീവ് എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും എനർജി ട്രാൻസ്ഫർ നടക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു ആക്റ്റീവ് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ എനർജി പ്രസൻറ്റ് ഇൻ ദ ഇൻഡക്ടർ വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം ദിസ് സൈഡ് ടു ദ സപ്ലൈ സൈഡ്. സോ എത്രയാണോ എനർജി കിട്ടുന്നത് അത്രയും എനർജി തന്നെ എന്ത് ചെയ്യും? ആക്റ്റീവ് എലമെൻ്റ് ആയ ഇൻഡക്ടർ അല്ല, ആക്റ്റീവ് എലമെൻറ്റ് ഇൻഡക്ടർ അല്ല, ആക്റ്റീവ് എലമെൻ്റ് ആയ നമ്മുടെ കറണ്ട് സോഴ്സ് ആയതുകൊണ്ട്, അതായത് ഇൻഡക്ടർ വിൽ ആക്ട് ആസ് എ കറണ്ട് സോഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു കറണ്ട് സോഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ ട്രാൻസ്ഫർ വാട്ട് എവർ എനർജി ഈസ് കമ്മിങ് ടു ദ ലോഡ്, ഇറ്റ് വിൽ ബി അഗെയിൻ ഫീഡ്ബാക്ക് ടു ദ സപ്ലൈ. സോ ഒക്കെ ഒരു പവർ ട്രാൻസ്ഫറിങ് എന്ത് ചെയ്യുന്നു? നടക്കുന്നു. സോ വി ഹാവ് ടു കൺക്ലൂഡ് എപ്പോൾ? ഏതാ കണ്ടീഷൻ? പൈ മുതൽ 2π, അതായത് ഡയോഡ് എന്താണ്? ഷോർട്ട് ആവുകയാണ്. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി എന്താണ്? 0 to π ഇൻഡക്ടർ ഒന്ന് ചാർജ് ചെയ്യുവാണ്, π to 2π എന്താണ്? ഡിസ്ചാർജ് ചെയ്യണം. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഹാപ്പൻസീസ് റെസിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പവർ ലോസ് ഇല്ല. അതുകൊണ്ട് തന്നെ എത്ര എനർജിയാണോ കിട്ടുന്നത് അത്രയും എനർജിനെ തിരിച്ച് സപ്ലൈയിലേക്ക് പോകും. കാരണം ഇൻഡക്ടർ ഒരു കറണ്ട് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ആക്റ്റീവ് എലമെൻ്റ് ആണ്. ആക്റ്റീവ് എലമെൻ്റ് ഒരു പ്രത്യേക എനർജി ട്രാൻസ്ഫറിങ് ആണ്. ക്ലിയർ? അപ്പം നോ മാറ്റർ വാട്ട് എവർ ഈസ് ദ പൊളാരിറ്റി ഓഫ് സപ്ലൈ വോൾട്ടേജ്, സപ്ലൈ വോൾട്ടേജിൻ്റെ പൊളാരിറ്റിക്ക് ഒന്ന് ഇമ്മെറ്റീരിയലാണ്. ഒരു ഇൻഡക്ടർ സർക്യൂട്ടിലുണ്ടോ പൊളാരിറ്റി ഓഫ് സപ്ലൈ വോൾട്ടേജ് പ്രശ്നമല്ല. സോ ഇറ്റ് വിൽ ബി കണ്ടക്ടിങ് ബിയോണ്ട് π. π കടന്ന് 2π വരെ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒരു ഇൻഡക്ടറിൻ്റെ ബിഹേവിയർ. അതുകൊണ്ടാണ് നമുക്ക് എന്താ വെച്ചാൽ ഫുൾ ടൈം പവർ അല്ലെങ്കിൽ ഫുൾ കറണ്ട് നമുക്കിവിടെ കിട്ടുന്നത്. ക്ലിയറായി? ഈ ഒരു ഫിനോമിനനാണ് നമ്മൾ എല്ലാ സ്ഥലത്തും ഇൻഡക്ടർ മാത്രം വരുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ടാണ് ഡയോഡ് നമുക്ക് എന്ത് ചെയ്യുക? ഫുൾ ടൈം കണ്ടക്ട് ചെയ്യുകയാണെന്ന് പറയാം. ക്ലിയർ? അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രിൻസിപ്പിൾ. ഇനി ഇത് വേറെ വ്യത്യാസം വരും. ആറിലോടാകുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്, ആറിൽ വിത്ത് ഫ്രീ വീലിംഗ് ആവുന്ന വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ ഓരോരോ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഓരോരോ ഇതായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞുതരും. അത് കൺട്രോൾഡ് ആകുമ്പോൾ ഇത് ചെറിയൊരു വ്യത്യാസം അല്ല. ഫയറിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ പുതിയ ടേം വരും. ആ ഫയറിംഗ് ആംഗിളിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ബാക്കി ഇൻസ്റ്റൻറ്റുകളും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്നുള്ള കാര്യം ഓർക്കുക. വാട്ട് എവർ ബി ദ പൊളാരിറ്റി ഓഫ് ദ സോഴ്സ് വോൾട്ടേജ് ഇത് ഡയോഡ് വിൽ കണ്ടക്ട് ബിയോണ്ട് π ആൻഡ് ഇറ്റ് വിൽ കണ്ടക്ട് ടിൽ 2π. 2π വരെ എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ജസ്റ്റ് നേരത്തെ പോലെ നമ്മൾ ആവറേജ് വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ്, ഇവിടുത്തെ ആവറേജ് വോൾട്ടേജ് എത്രയാണ്? ഇവിടുത്തെ ആവറേജ് വോൾട്ടേജ് ഇവിടുത്തെ ആവറേജ് വോൾട്ടേജ് 0 അല്ലേ? കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നെയല്ലേ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് വോൾട്ടേജ് കിട്ടും. അപ്പോൾ ആവറേജ് വോൾട്ടേജ് എന്താണ്? 0 അല്ലേ? ഗുഡ്. ഇവിടുത്തെ ആവറേജ് കറണ്ടോ? ഇവിടെ ആവറേജ് കറണ്ടോ? ആവറേജ് കറണ്ട് ഇവിടെ 0 ആണോ? അല്ല, ഇവിടെ ആവറേജ് കറണ്ട് 0 അല്ല. കാരണം ഇവിടെ ആവറേജ് കറണ്ട് ഇവിടെ രണ്ടും സെയിം അല്ല. ഇവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിയ സാധനം തന്നെയാണോ ഔട്ട്പുട്ട് കറണ്ടായിട്ട് കിട്ടിയത്? വേവ് ഫോം നോക്കൂ. അല്ലല്ലോ, ഇവിടെ ആവറേജ് കറണ്ട് ഉണ്ടല്ലോ. ആ ആവറേജ് കറണ്ട് എത്രയാണ്? ഇറ്റ് വിൽ ബി Vm/ωL. 2Vm ആണ് പീക്ക്, അതിൻ്റെ പകുതി അല്ലേ? അപ്പോൾ Vm/ωL. ക്ലിയർ? അതങ്ങനെ കിട്ടുന്നത് നമുക്ക് I നമ്മൾ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? Vm/ωL ഇൻറ്റു 1 - cos ωt എന്നുള്ള കാര്യത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ആ ഒരു പോയിന്റും കൂടി ഓർത്ത് വയ്ക്കുക. പിന്നെ RMS കറണ്ട് എത്രയാണ്? RMS കറണ്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതി Vm/√2. ക്ലിയർ? അതുപോലെ ഈ കേസിൽ കണ്ടക്ഷൻ ആംഗിൾ എന്താണ്? കണ്ടക്ഷൻ ആംഗിൾ ഫുൾ ടൈം ആണ്. ഈസ് ഫോർ ഫുൾ ടൈം അല്ലേ? എക്സ്റ്റിങ്ഷൻ ആംഗിൾ എന്താണ്? അപ് ടു വാട്ട് ആംഗിൾ ഇറ്റ് ഈസ് കണ്ടക്ടിങ് അല്ല? അപ്പോൾ ഒരു മീഡിയം ലെവൽ വരുമല്ലോ. അപ്പോൾ 0 എന്ന് തുടങ്ങി എവിടെ വരെ കണ്ടക്ട് ചെയ്യുന്ന നോക്കുമല്ലോ. അപ്പോൾ എവിടെ വരെ കണ്ടക്ഷൻ നടക്കുന്നത്? 2π വരെ. അതുകൊണ്ട് ബീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ 2π ആണ്. ക്ലിയർ അല്ലേ? സർക്യൂട്ട് ടേൺ ഓഫ് ടൈമോ TCയോ? TCൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ ഡയോഡ് ഈസ് ഓൾവേസ് കണ്ടക്ടിങ്. കാരണം ആരാ? ഇൻഡക്ടർ ഉള്ളതുകൊണ്ട് നമ്മുടെ ഡയോഡ് എപ്പോഴും കണ്ടക്ട് ചെയ്യുവാണ്. അപ്പോൾ ഡയോഡ് ഒരു സ്ഥലത്ത് പോലും എന്ത് ചെയ്യുന്നില്ല? റിവേഴ്സ് ബയാസ്ഡ് ആവുന്നില്ല. അങ്ങനെ റിവേഴ്സ് ബയാസ്ഡ് ആവാത്തതുകൊണ്ട് തന്നെ ഇവിടെ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം ഒന്നും ഇല്ല. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം ഈസ് 0. ക്ലിയർ? ഇതാണ് നമ്മളുടെ ഹാഫ് വേവ് അൺകൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് L ലോഡിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഹാഫ് വേവ് അൺകൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് RL ലോഡാണ്. RL ലോഡിൽ ഇത് വിത്ത് റെസ്പെക്ട് ടു ഇത് വിത്ത് റെസ്പെക്ട് ടു കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ചേഞ്ചുകൾ വരും. നമുക്കത് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്കത് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, താങ്ക് യു.